അല്ലാഹു തആല ഒരു അടിമയെ ശിക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ നൽകുന്നത് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ചും അല്ലാഹു ശിക്ഷിക്കുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ നൽകുന്നത് മിനൽ ബഗി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വഖതിയത്തിർ റഹിം, കുടുംബ ബന്ധത്തെ കുറിച്ച് മാറ്റുകയും ചെയ്യുന്നവർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൊടും ശിക്ഷ, ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നത്, ഏറ്റവും ഗൗരവമേറിയ ശിക്ഷ അള്ളാഹു നൽകുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബബന്ധം മുറിച്ചു മാറ്റുകയും ചെയ്യുന്നവർക്ക്. മനസ്സിലാക്കിയിട്ട് വേണം നിസ്കരിക്കാൻ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രസംഗമൊക്കെ വെച്ചോ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഒന്ന് യോജിപ്പിക്ക്. പ്രസംഗമൊക്കെ ഇഷ്ടംപോലെ നടക്കട്ടെ, ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് പറഞ്ഞു കൊടുത്ത്, തമ്മിലടിപ്പിക്കാതെ ജനങ്ങളെ യോജിപ്പിക്കാനുള്ള പ്രസംഗങ്ങൾ നടത്തി, ഇഷ്ടം പോലെ നടത്തുക. അതുപോലെ എല്ലാവരും കേൾക്ക്. നിസ്കാരത്തിനും പഞ്ഞമൊന്നുമില്ല, ഇബാദത്തിന് ഒരു പഞ്ഞവുമില്ല, ഒരു കുറവുമില്ല. പക്ഷെ എന്താ സംഭവിക്കുക? ബന്ധങ്ങൾ അങ്ങോട്ട് അടുക്കുന്നില്ല. വേസ്റ്റ്. നിസ്കരിക്കുന്നത് വേസ്റ്റ്, നോമ്പ് പിടിക്കുന്ന ഖുർആൻ ഓതുന്നത് വേസ്റ്റ്. ആയിരക്കണക്കിന് ഇബാദത്തുകൾ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാനാ? ഫായിദയില്ല. എന്താ? കുടുംബ ബന്ധം തെറ്റിക്കിടക്കുകയാണ്, താളം തെറ്റിക്കിടക്കുക. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, അന്നഹു ജലസ യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഹദീസുകൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി, മതപ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബായ കൂട്ടുകാരനായ തോഴനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാ. അതേപോലെ പ്രഭാഷണം നടത്താൻ വേണ്ടി അബൂബക്കർ മുസ്ലിയാർ വന്നിരിക്കുന്നത് പോലെ, നിങ്ങളൊക്കെ കേൾക്കാൻ വന്നിരിക്കുന്ന പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ അങ്കണത്തിൽ വന്നിട്ട് പ്രഭാഷണം നടത്താൻ വന്നപ്പോ സ്വഹാബാക്കളൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പറഞ്ഞു, അഹ്റജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. എന്റെ മുന്നിലിരിക്കുന്നവർ, എന്റെ സദസ്സിൽ ഹാജരായവർ, ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നബിതങ്ങളുടെ ഹദീസുകളാണ്. സഹവർത്തിത്വ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, സഹിഷ്ണുതാ മനോഭാവം ഇല്ലാത്തവരുണ്ടെങ്കിൽ, ഇല്ല ഖാമ മിൻ ഇൻദിനാ, ഈ സദസ്സിൽ എഴുന്നേറ്റ് പോകട്ടെ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അഹ്റജു, ഏറ്റവും വലിയ കൊടും കുറ്റവാളിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അവൻ നാളെ ആഖിറത്തിൽ നികൃഷ്ട ശിക്ഷയ്ക്ക് വിധേയനാകുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അഹ്റജു, ഏറ്റവും വലിയ ഭാവി. ആര്? ആ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോണമെന്ന്. മിണ്ടാത്തവർ, സംസാരിക്കാത്തവർ, കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കാത്തവർ, പരസ്പരം കണ്ടാൽ പോലും പുഞ്ചിരിക്കാത്തവർ, ഒരു സലാം പറയാത്തവർ, അങ്ങനെയുള്ള ആരെങ്കിലും എന്റെ ഈ സദസ്സിലിരിപ്പുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ കൊടും പാപികളായി ഞാൻ ചിത്രീകരിക്കുന്നു. എഴുന്നേറ്റ് പോകട്ടെ. ഫലം യകും അഹദുൻ ഇല്ലാ ശാബുൻ മിൻ അഖ്സൽ ഹൽഖാ. ആ സദസ്സിൽ, ആ മദീന പള്ളിയുടെ ഉദ്യാനത്തിൽ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒഴിച്ച് ബാക്കി ആരും തന്നെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റില്ല. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഓടും. അദ്ദേഹം നേരെ പോയത് തന്റെ മാമിയുടെ അടുക്കലേക്ക്. അദ്ദേഹം തന്റെ മാമിയുമായി മുൻപ് സിനീൻ, വർഷങ്ങളായി ബന്ധം വിച്ഛേദിച്ച വ്യക്തിയായിരുന്നു. വർഷങ്ങളായി മാമിയുമായിട്ട് ബന്ധമില്ല. ആ വ്യക്തി ഇരിക്കുന്ന സദസ്സിലാണ്. ആ വ്യക്തിയെ നോക്കിക്കൊണ്ടൊന്നുമല്ല, പൊതുവെ പറഞ്ഞതാണ്. ആ വ്യക്തി ഇരിക്കുന്ന സദസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊടും പാപിയായിട്ട് ഞാൻ അവരെ ചിത്രീകരിക്കുന്നു. നാളെ ആഖിറത്തിൽ നികൃഷ്ട ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, നിന്ദ്യനായിരിക്കും, നാണം കെട്ട ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നേരെ തന്റെ മാമിയുടെ അടുക്കലേക്ക് പോയി തന്റെ മാമിയുമായി ബന്ധം സ്ഥാപിച്ചു. തന്റെ മാമിക്ക് സലാം പറഞ്ഞു, തന്റെ മാമിക്ക് മുസാഫഹത്ത് ചെയ്തു. ഉമ്മ വാപ്പാന്റെ സഹോദരിയാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ്, മാമി എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്ത് അമ്മതുഹു, ആ മാമി പറഞ്ഞു, മാ ജാബിക യാ ഇബ്ന അഖി,
ഇത്ര വർഷമായി, ഇത്ര നാളുകളായി എന്റെ മുന്നിലൂടെ നീ യാത്ര ചെയ്യുന്നു, പോകുന്നു, വരുന്നു, ഇന്നേ വരെ എന്റെ വീട്ടിലൊന്ന് കയറി വരികയോ എനിക്കൊരു സലാം ചൊല്ലുകയോ ചെയ്യാൻ നീ തയ്യാറാകാതെ ഇപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകാനുള്ള കാരണമെന്ത്? മനസ്സിനൊരു വ്യതിയാനം സംഭവിക്കാൻ കാരണമെന്ത്? സ്വാഭാവികമായിട്ട് ചോദിക്കൂല എല്ലാരും. ബഹുമാനപ്പെട്ട ആ സ്വഹാബി സഹോദരൻ പറയുകയാണ്, ഇന്നി ജലസ്തു ഇലാ അബീ ഹുറൈറത സാഹിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമ ഫഖാല അഹ്റജു അലാ കുല്ലി ഖാതിഅ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലിരുന്ന് ദീൻ കേൾക്കുന്നതിന് വേണ്ടി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചവരെ ഞാൻ കൊടും കുറ്റക്കാരനായി കാണുന്നു. അവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം അതിന് അവിടെ ഇരിക്കാൻ അനുവദിച്ചില്ല മാമി. ഞാനപ്പോഴാണ് മാമിയെ കുറിച്ച് ഓർത്തത്. വർഷങ്ങളായി മാമിയുമായി ബന്ധം വിച്ഛേദിച്ച് കഴിഞ്ഞവനല്ലേ ഞാൻ. എനിക്ക് സ്വർഗമാണ് വലുത്, ആഖിറമാണ് വലുത്. ദുനിയാവിലെ ആഢ്യത്വവും ദുനിയാവിലെ ആധിപത്യവും എനിക്ക് വേണ്ട. ഉടൻ തന്നെ ഞാൻ മാമിയുടെ അരികിലേക്ക് വരികയും ഞാൻ മുസാഫഹത്ത് ചെയ്യുകയും സലാം ചൊല്ലുകയും ചെയ്തു. ഇതാണ് കാരണം. ഉടനെ മാമി ചോദിച്ചു, ഫഖാലത്ത് അമ്മത്തുഹു, മാമി ചോദിക്കുകയാണ്, ഫസ്അൽഹു, അബൂ ഹുറൈറയോട് ചോദിച്ചു നോക്കണം, എന്തേ ഇതേപോലെ ഈ കുടുംബ ബന്ധം മുറിച്ചവരെയൊന്നും ആ സദസ്സിലിരുത്താത്തത് എന്തേ, കാരണമെന്തേ ഒന്ന് ചോദിക്ക്. فجاء رجل إلى أبي هريرة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ആ സ്വഹാബി വരിയെത്തുകയാണ്. ഫഖാല, എന്നിട്ട് ചോദിച്ചു, ലിമലം യജ്ലിസ് അലാ ഖാതി റഹിമിൻ ഇൻദക്. അങ്ങയുടെ സദസ്സിൽ എന്തുകൊണ്ടാണ് കുടുംബ ബന്ധം മുറിച്ചവരെ ഇരിക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങയുടെ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവരെ ഇരുത്താത്തത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ സ്വഹാബി ചോദിച്ചു. കുടുംബബന്ധം മുറിച്ചവർ എന്തുകൊണ്ട് ഇരിക്കരുത് എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ആ നാട്ടിൽ കഴിയരുത് എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ പോയിന്റ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖതിയത്തുർ റഹം ഔ കമാ ഖാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യം, അവന്റെ ബർക്കത്ത്, അവന്റെ ഔദാര്യം, അവന്റെ റഹ്മത്ത്, അവന്റെ ഓശാരം ഒരു നാട്ടിലേക്ക് ഇറങ്ങുകയില്ല, ഒരു മഹല്ലിലേക്ക് ഇറങ്ങുകയില്ല, ഒരു സദസ്സിലേക്ക് ഇറങ്ങുകയില്ല, ഒരു സമുദായത്തിലേക്ക് ഇറങ്ങുകയില്ല. ഫീഹിം ഖാതിഉ റഹിം, ആ കൂട്ടത്തിലോ ആ മഹല്ലിലോ ആ നാട്ടിലോ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ബർക്കത്തും ആ നാട്ടിലിറങ്ങുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ്സിൽ അങ്ങനെ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകട്ടെ, കാരുണ്യം അല്ലാഹു വർഷിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? കുടുംബത്തിൽ ബർക്കത്ത് കിട്ടാത്തതിന്റെ കാരണം മനസ്സിലായോ? മഹല്ലിൽ ബർക്കത്ത് കിട്ടാത്തതിന്റെ കാരണം മനസ്സിലായോ? നാട്ടിൽ ഐശ്വര്യം കിട്ടാത്തതിന്റെ കാരണം മനസ്സിലായോ? സദസ്സ് ശുഷ്കിച്ചു പോകാനുള്ള കാരണം മനസ്സിലായോ? വൈര്യം, വൈര്യം, വൈര്യം. ഈ വൈര്യം ഉള്ളത് കൊണ്ട് അള്ളാന്റെ റഹ്മത്ത് ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്കും ബുദ്ധിമുട്ട്, അവർക്കും ബുദ്ധിമുട്ട്, നാട്ടുകാർക്കും ബുദ്ധിമുട്ട്, വീട്ടുകാർക്കും ബുദ്ധിമുട്ട്, സംഘടനാവാസികൾക്കും ബുദ്ധിമുട്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ട്. നമ്മൾ പരസ്പര ഐക്യവും കുടുംബബന്ധം ചേർക്കുകയും സാഹോദര്യം നിലനിർത്തുകയും ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ഇത്രയും പേരേ ഉള്ളോ? ഈ മുക്കന്തര മുക്ക് ഇഞ്ചക്കാടോ അല്ലേ? അതവിടെ ഇഞ്ച ഒന്നും കാണുന്നില്ലല്ലോ, പോച്ചക്കാട് കാണുന്നുണ്ട്. എന്തുവാകട്ടെ, എന്നാൽ ഈ നാട്ടില്
വന്നപ്പോൾ സാധാരണഗതിയിൽ വാളെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ പോരുവഴി ഭരണിക്കാവ് മയ്യത്തങ്കര ഏരിയ ഒക്കെ വലിയ ദീനും വലിയ ഇബാദത്തും ആൾക്കാരൊക്കെ നല്ല ദീനുമായിട്ട് നല്ല കൂറും ബന്ധമൊക്കെ ഉള്ളവരാണ്. പൊതുവെ ഇബാദത്തും നിസ്കാരവും ഒക്കെ ഉള്ള സഹോദരങ്ങളും ദീനിൻ്റെ ഒരു പ്രഭാഷണങ്ങളൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് അരമണിക്കൂർ ഇവിടെ കുത്തിയിരുന്നിട്ടും ആളുകളെ കാണുന്നില്ല. അപ്പം എന്താ അതിൻ്റെ പിന്നിൽ? എന്തോ ഉണ്ട് അല്ലേ? ഇല്ലാതില്ലല്ലോ, എന്തോ ഒന്നുണ്ട്. ആ ഉണ്ട് എന്ന് പറഞ്ഞ സാധനം എടുത്ത് കളഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ആ എൻജിൻ ആ ബോഗിയിലോട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്തേരെ, എങ്കിലും എല്ലാം റാഹത്താവും. നിങ്ങൾ ഇഷ്ടമുള്ള സംഘടന പ്രവർത്തിച്ചോ, നമ്മൾ സംഘടന പ്രവർത്തിക്കേണ്ടെന്ന് പറയുന്നില്ല. ഇഷ്ടമുള്ള സംഘടനയിൽ അവരവർ പ്രവർത്തിച്ചോട്ടെ. പക്ഷെ നമ്മുടെ മഹല്ലുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഗ്രാമവാസികൾ, നമ്മുടെ കുടുംബക്കാർ ഒരുമിച്ച് നില്ല്. കല്യാണത്തിന് ഒരുമിക്കുന്നു, മരണത്തിന് ഒരുമിക്കുന്നു. പിന്നെ എന്താ ഇതിന് മാത്രം ഒരുമിക്കാത്തത്? ഏത് സംഘടനക്കാരനും മരണത്തിന് വരുന്നു, ഏത് സംഘടനക്കാരനും കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നു. ഒരു വണ്ടി ഇടിച്ച് കിടന്നാൽ എല്ലാവരും ഓടി വരുന്നു പൊക്കി എടുത്തോണ്ട് പോകാൻ വേണ്ടി. അവിടെയൊക്കെ ഐക്യമുണ്ട്. പിന്നെ ഈ വിഷയങ്ങളായി അതുകൊണ്ട് എന്താ സംഭവിക്കുക? റഹ്മത്തില്ല, ബർക്കത്തില്ല, പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, കച്ചവടത്തിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, മാനസിക പ്രശ്നം. ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു സുഖവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല ജീവിതത്തിൽ. ഇത് ഞാൻ പറഞ്ഞല്ല, മനുഷ്യൻ 3 കാര്യത്തിന് വേണ്ടിയിട്ടാ ഈ ബന്ധങ്ങൾ ഒഴിവാക്കുന്നതും ഈ ബന്ധം വിച്ഛേദിച്ച് കഴിയുന്നതും ഈ വാശിയും ദുർവാശിയുമായിട്ട് കഴിയുന്നതും. 3 കാര്യങ്ങൾ. ഈ നെട്ടോട്ട ഓടുന്നതും നേരം വെളുത്തി എഴുന്നേറ്റ് കച്ചവടത്തിന് പോണതും നാളെ പള്ളിക്കൂടത്തിൽ പോകണം, ജോലിക്ക് പോകണം, അതുകൊണ്ട് വാത് കേട്ടാ ഉറക്കം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നിസ്കാരം പോലും കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നതും ഒക്കെ എന്തിനാ? 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, അവന്റെ കുടുംബത്തിൽ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കണം. 2, അവന്റെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി. 3, അന്നത്തെ അന്നം കിട്ടണം. ഈ 3 കാര്യമാണ് ഈ ഭൂലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആവശ്യം. ഈ 3 4മതൊരു കാര്യം ഒരുത്തനും വേണ്ട. ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 3 കാര്യം. ഒന്നെന്ത് വേണം? സ്വസ്ഥത വേണം. കോടികളുണ്ട്, സ്വസ്ഥത ഇല്ല. പുണ്യമുണ്ടോ? കോടികൾ കിടപ്പുണ്ട്, കോടികളുണ്ട്. മക്കൾ അടിയോടടി. വാപ്പാക്കും സ്വസ്ഥതയില്ല, ഉമ്മാക്കും സ്വസ്ഥതയില്ല, സ്വത്തിനും മുതലിനും കിടന്ന് അടിയോടടി പ്രശ്നങ്ങളാണ്. സ്വസ്ഥതയുണ്ടോ? വാപ്പാക്കും സ്വസ്ഥമാണെന്ന് പള്ളിയിൽ പോകാൻ പറ്റുമോ? സുഖമില്ലാതെ കിടക്കുന്ന വാപ്പായ ഉമ്മായ എങ്ങനെയെങ്കിലും പടത്തിനകത്തോ ഫ്യൂറിഡാൻ ഒഴുക്കി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ ഇതൊന്ന് ഓഹരി ചെയ്തെടുത്തോണ്ട് എനിക്ക് ബോംബെക്ക് പോകണം, ഒരാൾ ബാംഗ്ലൂർ പോകണം, ഒരാൾ മദ്രാസിൽ പോകണം എന്നൊക്കെ നിയത്തി ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കായി. ഇവരോട്ട് മരിക്കുന്നുമില്ല, കട്ടിലിട്ട് ഒഴിയുന്നുമില്ല. അവസാനം മരുന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഒരു ക്യാപ്സൂളിനകത്തിരിക്കുന്ന പൊടിയൊക്കെ എടുത്ത് മാറ്റി ഫ്യൂറിഡാൻ ഇട്ട് കൊടുത്തിട്ട് വാപ്പിച്ച ഗുളിയ എന്നാ നടുവേദനയുടെ ഗുളിയ എന്നാ തിന്നുകൊട്. എക്കാലത്തേക്കും വാപ്പിച്ചാടെ നടുവേദന പൂർണ്ണമായിട്ട് പോയി. വാപ്പായ, സ്വന്തം വാപ്പായ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തടിസലാമത്തായി കിട്ടണം, വസ്തു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി കഅന്നമാ ഹിസത്തു ലഹു ദുനിയാ. നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും നേരം വെളുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ലഭ്യമായാൽ ദുനിയാവ് മുഴുവനും അവൻ കരസ്ഥമാക്കിയവനെ പോലെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ അസ്ബഹ മിൻകും, ആരെങ്കിലും നിങ്ങളിൽപ്പെട്ടവർ നേരം വെളുക്കുമ്പോൾ ആമിനൻ ഫീ സിർബിഹി, അവന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടെങ്കിൽ, വമുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ ആരോഗ്യമുണ്ടെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം അവന്റെ അത്താണിക്കുള്ള വഴി ലഭിച്ചെങ്കിൽ, കാന്നമാ ഹിസത്തു ലഹു ദുനിയാ, ദുനിയാവ് മുഴുവനും കരസ്ഥമാക്കിയവനെ പോലെയാണെന്ന് ഹബീബുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യം ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവ് മുഴുവനും അവന് കിട്ടിയവനെ പോലെയാണ്. ഈ 3 കാര്യം. ഒന്ന്, ആമിനൻ ഫീ സിർബി, കുടുംബത്തിൽ സ്വസ്ഥത. ശരിയല്ലേ? കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകാനാണ് ഈ കുടുംബ ബന്ധം അടുപ്പിക്കാൻ വേണ്ടി പറയുന്നത്. മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്, മോനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ വാപ്പ ഉണ്ടാക്കിയിട്ടൊക്കെ, നിങ്ങൾ എന്നെ കൊന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് കരസ്ഥമാക്കാൻ നിൽക്കാതെ മരിക്കുമ്പോൾ ഞാനങ്ങ് മരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഓഹരി ചെയ്ത് തരാനുള്ളതാ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ, നിങ്ങൾ ഇത്തിരി സബൂറാക്ക്, ക്ഷമിക്കുക, ഉപദേശിക്കുക. ഭാര്യയെ വിളിച്ച് ഉപദേശിക്കുക, ഭർത്താവിനെ വിളിച്ച് ഉപദേശിക്കുക,
നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ ഉപദേശിക്കും. ഇങ്ങനെ ഉപദേശിച്ച് സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത കിട്ടും, റാഹത്ത് കിട്ടും. റാഹത്ത്, മനുഷ്യൻ റാഹത്ത്. ഗൾഫാർ മുഹമ്മദ് അലി, യൂസുഫ് അലി എന്നൊക്കെ പറയുമ്പോൾ കോടികളുള്ളവരാണ്. പക്ഷെ അവർക്കൊരു സ്വസ്ഥത ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ഭാര്യയുടെ മക്കളുടെയും കൂട്ടത്തിൽ ഇരുന്ന് രാവിലെ ഇത്തിരി കപ്പയും പുഴുങ്ങി ചാള കൂട്ടാനും വെച്ച് കറിയും വെച്ച് പൊരിച്ച് ചമ്മന്തി ഉടച്ച് മക്കളും ഒക്കെ ആയിട്ട് ഭാര്യയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടി ഇരുന്ന് തിന്നുന്ന ആ ഒരു സുഖം, ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു ടേസ്റ്റ്, ആ ഒരു സമാധാനം അവർക്ക് കിട്ടുമോ? ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും ഫ്ലൈറ്റിന്റെ മുകളിൽ ഇരുന്നിട്ടായിരിക്കും, ഉച്ചയ്ക്ക് കഴിക്കണത് ഏതെങ്കിലും കോട്ടയിലായിരിക്കും, രാത്രി എവിടെ ദുബായിൽ. ഒരിക്കലും ഒരു വക്കത്ത് ഒരു നേരത്തെ ഭക്ഷണം. സുബഹി നിസ്കാരം അമേരിക്കയിലാണെങ്കിൽ അസർ നിസ്കാരം ലണ്ടനിൽ, അസർ നിസ്കാരം അവിടെ ആണെങ്കിൽ മഗ്‌രിബ് നിസ്കാരം ഈജിപ്തിൽ മഗ്‌രിബ് നിസ്കാരം. ഞായറാഴ്ച ഒരു ഇശാ നിസ്കരിക്കാൻ മാത്രം കേരളത്തിലേക്ക് വരും. വന്നിട്ട് വല്ല പുണ്യമുണ്ടോ? ഒരു 250 മൊബൈൽ കാണും അവിടെ ഇവിടെ. ഇത് കിണുകണാന്ന് അടിക്കുമ്പോൾ അവിടെ കിണുകണാന്ന് അടിച്ചോണ്ടിരിക്കും, അത് അടിച്ചെടുക്കുമ്പോൾ ഇത് അടിച്ചോണ്ടിരിക്കും. ഏതെടുക്കും? ഒരു സ്വസ്ഥതയില്ല. ഞായറാഴ്ച എങ്കിലും ഓഫാക്കി വെക്കാന്ന് പറയുമ്പോൾ പേഴ്സണൽ നമ്പർ കിടന്ന് കിണുകിണാന്ന് അടിച്ചോണ്ട് കിടക്കും. ഒരു സ്വസ്ഥതയില്ല, ഒരു സ്വസ്ഥതയില്ല. എന്തിനാ പിന്നെ പൈസ, എന്തിനാ കാശ്? വാപ്പായും ഉമ്മായും സുഖമില്ലാതെ നാട്ടിൽ കിടക്കുക 5 ഏക്കർ റബ്ബർ തോട്ടത്തിനടുത്ത് വലിയ ഒരു കെട്ടിടം, അതിനകത്തൊരു കിളവനൊരു കിളവിയുണ്ട്. മക്കളോ ലണ്ടനില്, അമേരിക്കയില്, അവിടെ ഇവിടെയൊക്കെ. മാസം തോറും പൈസ അയച്ചു കൊടുക്കും. ഈ കിളവനെയും കിളവിയും ആശുപത്രി കൊണ്ടുപോകാൻ ഒരു തൗഫീക്ക് മക്കൾക്കില്ല, അവർക്ക് പോകാനും കഴിയുന്നില്ല. വയസ്സായ ഉമ്മായും വയസ്സായ മാതാവും പിതാവും ഈ പൈസ കാണുമ്പോൾ, ബുലൂസ് കാണുമ്പോൾ അവർക്ക് ഒപ്പറോളം അത് ചെലവാക്കാൻ തോന്നൂല. ഈ കാശ് ഇങ്ങനെ വരുമ്പോൾ, ഒരു കെട്ട് കാണുമ്പോൾ അവർക്ക് അത് ചെലവാക്കാൻ തോന്നില്ല. അതിങ്ങനെ തലങ്ങണിക്കടിയിൽ വെച്ച് എടുത്ത് വെച്ച് പാരസെറ്റാമോൾ മേടിച്ച് തിന്നുകൊണ്ടിരിക്കും. 2 രൂപയുടെ പാരസെറ്റാമോളും 10 രൂപയുടെ കാറുകാരൻ കൊണ്ടുവന്ന കൊട്ടൻ ചുക്കാതി തൈലവും ഇതും വാങ്ങിച്ച് ഇങ്ങനെ തിന്ന് അതും ഇങ്ങനെ പുരട്ടി കഴിയും. ആയിരങ്ങളും 10,000ങ്ങളും ഇവരുടെ തലങ്ങണിക്കടിയിൽ കാണും. മരിച്ചു കഴിയുമ്പോൾ ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു കെട്ട് നോട്ട്, പിന്നെ കുളിപ്പിക്കുന്നതൊക്കെ. പിന്നെ ഈ നോട്ട് കെട്ട് ആദ്യം ഓഹരി ചെയ്യുന്ന വിഷയത്തിൽ ചർച്ച, പിന്നെ നമുക്ക് കുളിപ്പിക്കാം, അവിടെ കിടക്കട്ടെ. ഇതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യും. ഇഷ്ടം പോലെ ഉണ്ട്. വാപ്പായ്ക്കും ഉമ്മാക്കും ഒന്ന് സ്വസ്ഥമായ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അവരെ ഒന്ന് ചികിത്സിക്കാനോ ഒന്നും നമുക്കൊന്ന് വയ്യ. മക്കളൊക്കെ ഗൾഫിലാ, വർഷങ്ങളായി ഗൾഫിലാ. കല്യാണം കഴിച്ച് പെണ്ണുമ്പിള്ളെ കൊണ്ട് വീട്ടിലോട്ടാക്കും. ഇവൻ 3 ദിവസം കഴിഞ്ഞ് ഗൾഫിൽ പോകും. പിന്നെ മകൾക്ക് 8 വയസ്സാകുമ്പോഴാണ് തിരിച്ചു വരിക. ദാമ്പത്യ ജീവിതത്തിന് എന്താ സഹോദര ഒരു ടേസ്റ്റ്. 8 വയസ്സുള്ള കുട്ടിയായിട്ട് അവിടെ പോയി നിൽക്കുമ്പോ വാപ്പ ഇറങ്ങി വരുമ്പോ, ഉമ്മിച്ച എന്റെ വാപ്പ ഏതാ, ഉമ്മിച്ച എന്റെ വാപ്പ. ഉമ്മാടുത്ത് ചോദിക്കണം കറക്റ്റായിട്ട് വാപ്പ ആരാന്നുള്ളത്. കാരണം ഒരുപാട് വാപ്പമാരിപ്പോ ഉണ്ട്. അതുകൊണ്ട് ആരാ ഒറിജിനൽ വാപ്പ എന്നുള്ളത് ഉമ്മാടുത്ത് തന്നെ ചോദിക്കണം. കച്ചവടക്കാരാണെങ്കിലോ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോകും മാർക്കറ്റിൽ, രാത്രി 12 മണി കടയിൽ കടച്ചു വരും. അപ്പൊ മക്കൾ കിടന്ന് ഉറക്കമായിരിക്കും. ഞായറാഴ്ച ഒരു ദിവസം മാത്രം കച്ചവടക്കാര് വീട്ടിൽ കാണും. അപ്പൊ എന്ത്, ഈ ഞായറാഴ്ചയല്ലേ, മക്കളുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ചെല്ലി രാവിലെ പോത്തിറച്ചി വാങ്ങാൻ പോകും. പോത്തിറച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വഴിയിൽ മക്കളായിരിക്കും സിറ്റ് ഔട്ട് ഇരിക്കുന്നത്. ഉമ്മാടുത്ത് പറയും, ഉമ്മിച്ച ആരോ ഒരാൾ ഒരു സിമ്മിക്കവറുമായിട്ട് വെളി വന്ന് നിൽക്കുന്നു. വെളിയിൽ പോയി. അപ്പൊ ഉമ്മിച്ച ഓടി വരും അടുക്കളയെന്ന്. വന്ന് നോക്കുമ്പോ എന്താ, അയ്യോ നിന്റെ വാപ്പായ മോനെ. ഇതാണ് എന്റെ വാപ്പിച്ച. അറിയില്ല. കാരണം എന്താ, മക്കൾ ഉറക്കത്തിന് എഴുന്നേക്കുന്നതിന് മുമ്പെല്ലാം കച്ചവടത്തിന് പോകും. പിന്നെ വരുന്ന എത്ര മണിക്കാ? 12 മണിക്ക്. പോകുമ്പോഴും ഉറക്കം മക്കള്, വരുമ്പോഴും ഉറക്കം മക്കള്. പിന്നെ എപ്പോഴാണ് മക്കൾ ഉറങ്ങാതെ വാപ്പായി കാണുന്നത്? ഞായറാഴ്ച ദിവസം മക്കൾക്കും ഫ്രീ, വാപ്പാക്കും ഫ്രീ. ആ സമയത്തായിരിക്കും വാപ്പായ മക്കൾ ഉമ്മ പരിചയപ്പെടുത്തി, ഇതാണ് നിന്റെ വാപ്പ, ഇതാണ് നിന്റെ വാപ്പ. ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ സുഹൃത്തെ ഈ കാശുണ്ടാക്കി? എന്ത് പുണ്യം! ഇതാണ് വാപ്പാക്കും ഉമ്മാക്കും പിന്നെ ഗുണമില്ലാത്ത മക്കളായി മാറുന്നത് നമ്മുടെ മക്കൾ. വാപ്പാക്കും ഉമ്മാക്കും പ്രയോജനമില്ലാത്ത മക്കളായി മാറുന്നതിന്റെ കാരണം അതാണ്. മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്ക് കിട്ടുന്നില്ല. മാതാപിതാക്കൾ ആരാണെന്ന്, അവർക്കുള്ള മഹത്വം എന്താണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്ന് ഉപ്പയില്ല, ഉമ്മയില്ല. ഉപ്പ സമ്പാദിക്കാൻ ഗൾഫിൽ പോയി കിടക്കുന്നു. അവന്റെ ശരീരവും മജ്ജയും മാംസവും മുഴുവനും അവൻ അറേബ്യൻ മണലാരണ്യത്തിൽ അവൻ പണയപ്പെടുത്തിയിട്ട് വയസ്സനായി ശരീരം നിറയെ രോഗവുമായി ഇവിടേക്ക് വരുമ്പോ ചെറുപ്പക്കാരിയായ ഇവിടുത്തെ പെണ്ണ് അവനെ സ്വീകരിക്കുന്നത് തൈലവുമായിട്ട് കുഴമ്പുമായിട്ടാണ്. തൈലവും കുഴമ്പുമായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുവാ. 20 വർഷം ഞാൻ അവിടെയായിരുന്നു, 25 വർഷം അവിടെയായിരുന്നു. ആ നല്ല സമയം, ആ യുവത്വം മുഴുവനും ഇവൻ ഗൾഫിൽ കൊടുത്തിട്ട് നാട്ടിൽ വന്നു. ഈ ആയിരങ്ങളും കോടികളും സമ്പാദിച്ചു. എന്തു പുണ്യം നിന്റെ യുവത്വത്തിൽ! നിന്റെ ഭാര്യയോടുള്ള ഹക്ക്, ഭാര്യയ്ക്കുള്ള അവകാശം നിറവേറ്റാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? ആ കുഞ്ഞുമക്കളുടെ ലാളന
ആ കുഞ്ഞുമക്കൾക്കുള്ള സ്നേഹം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? ആയിരങ്ങളും കോടികളും നീ സമ്പാദിക്കുന്നു, പക്ഷെ ഈ സമ്പാദ്യം എന്തിന്? മക്കൾക്ക് സുഖിക്കാനില്ല, ഭാര്യയ്ക്ക് സുഖിക്കാൻ കിട്ടുന്നില്ല, മാതാപിതാക്കൾക്ക് സുഖിക്കാൻ കിട്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര പച്ചയായ സത്യം. മന്നസ്ബഹമിൻകും ആമിനൻ ഫീ സിർബിഹി, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ട് എങ്കിൽ, വമുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, അന്നന്ന് പോയി സമ്പാദിച്ച് കൊണ്ടുവന്ന് തന്റെ മക്കളോടൊപ്പം തന്റെ ഭാര്യമാരോടൊപ്പം ഒരേ മേശയുടെ മുകളിൽ നിന്ന് ഭക്ഷണം ഒരേ പാത്രത്തിൽ കൈയിട്ട് കഴിക്കുന്ന ആ ഒരു സാഹചര്യം നിനക്കുണ്ടെങ്കിൽ, ദുനിയാവ് കിട്ടുന്നതിനേക്കാൾ നിനക്കത് ശ്രേഷ്ഠമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ ഒരു സുഖം വേറെയാ അല്ലേ? ശരിയല്ലേ? എന്റെ ഒരു സുഖം വേറെ അല്ലേ? അല്ല, വയസ്സാം കാലത്ത് വന്നിട്ട് പെണ്ണുമ്പിള്ളക്ക് ജോലി ഉണ്ടാക്കുന്ന എന്തിനാ? എന്നാ പിന്നെ അവിടെ കാണാൻ മരിച്ച് അവിടെ കണ്ട് അടക്ക്, ഇവള് പോയി വേറെ ആരെങ്കിലും പോയി കെട്ടിക്കോട്ടെ. കല്യാണം കഴിച്ച് കൊണ്ടുവന്നങ്ങോട്ട് നിർത്തും, മൂന്നിന്റെ അന്ന് ഒരൊറ്റ പോക്ക് പോകും, മൂന്നാം പാത്തയായി ഓതിയിട്ട് ഒരു പോക്ക് പോയാൽ പിന്നെ വരുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാ? എന്നിട്ട് നല്ലൊരു മൊബൈൽ മേടിച്ചു കൊടുക്കും, പിന്നെ കാര്യം റാഹത്തായി. വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ അളിയാ എൻ്റെ കൊച്ചിനെ എൻ്റെ പെണ്ണുമ്പിള്ളെ കൂടെ നോക്കണം അളിയാ, ഞാൻ എന്നെ ചിലപ്പോൾ 2 വർഷം എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ മേടിച്ചു കൊടുക്കണത് അയൽവക്കക്കാരനെ ഏൽപ്പിച്ചിട്ടും കൂടെ പോകും. അങ്ങനെയും ചെയ്യും. എന്തൊരിടങ്ങേറായത്, എന്തൊരിടങ്ങേറാ. അപ്പൊ ഈ ബന്ധങ്ങൾ ഇങ്ങനെ കൂടുമ്പം ഭർത്താവ് ഗൾഫിൽ നിന്ന് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് പെണ്ണുമ്പിള്ളെ കാണാൻ വേണ്ടി വരുന്നോണ്ടേ പറയും, ഇക്ക ഇങ്ങനെ പോന്ന് എന്നാ പോകുന്നത്? എയർപോർട്ടിൽ വെച്ച് ചോദിക്കും, പാസ്പോർട്ട് മേടിച്ചിട്ട്. അത് 6 മാസം കൊണ്ട്. 6 മാസമൊക്കെ നിന്നാ നമ്മുടെ കടമൊക്കെ എന്നാ തീരുന്നത്? 3 വർഷം കഴിഞ്ഞ ഇക്കാലത്ത് പറയാ പെണ്ണുമ്പിള്ള, നല്ല പെണ്ണുമ്പിള്ള കഷ്ടപ്പെട്ട് ലീവ് എടുത്ത് അറബി കൊടുക്കാതിരുന്ന് എങ്ങനെങ്കിലുമൊക്കെ അവന് ബുലൂസ് കൊടുത്ത് അടുപ്പിച്ച് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വരും. എന്നാൽ കുറച്ചാൾ നമ്മുടെ മക്കളും ഭാര്യയൊക്കെ ആയിട്ട് കഴിഞ്ഞ കൂടെ ഒരു 5-6 മാസം കിട്ടുമല്ലോ ലീവ് എന്ന് പറഞ്ഞ് ഓടി വരിക. വരുന്ന വഴിയിൽ എയർപോർട്ടിൽ നിന്ന് കണിയാപുരം എത്തി അവിടെ ഹോട്ടലിൽ കയറി ചാപ്പാടൊക്കെ അടിക്കാൻ കയറി കൂട്ടത്തിൽ പാസ്പോർട്ടൊക്കെ എടുത്ത് 6 മാസമൊക്കെ തീർന്നാൽ അവിടെ ബാങ്കിൽ അത്ര അടയ്ക്കാനുണ്ട്, സൊസൈറ്റി ഇത്ര അടയ്ക്കാനുണ്ട്, പിന്നെ പലചരക്ക് കച്ചവടമൊക്കെ. ഇപ്പൊ ഇക്കായെ കണ്ടാൽ തന്നെ അയാൾ നാളെ വീട്ടിൽ വരും, പിന്നെ പള്ളിയിൽ കുറെ കുടിശ്ശിക അടയ്ക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ള സ്ഥിതിക്ക് ഇക്ക ഈ 6 മാസം നിന്നാൽ പറ്റത്തില്ല. ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇക്ക പെട്ടെന്ന് കേറിപ്പോ. പിന്നെ അയാൾക്ക് വരാൻ തോന്നുവോ ഇങ്ങോട്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അതിന്റെ പിന്നാമ്പറം പരിശോധിച്ച് നോക്കണം. അതിന്റെ പിന്നാമ്പറം പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഈ പെണ്ണിങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് കാരണം? ഇക്ക പോയിക്കോ, ഇക്ക അമ്മക്ക് അവിടെ കാര്യങ്ങളൊക്കെ അല്ല ഇവിടെ നടത്തി തരുന്നുണ്ട് റാഹത്തായിട്ട്. ഇക്ക അവിടെ പോയി സമ്പാദിച്ചിട്ട് മാസം തോറും കാശ് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. കാര്യങ്ങൾ അങ്ങനെയാണ് ഇന്ന് കൂടുതൽ സംഭവം നടക്കുന്നത്. ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണാന്നേ പറയും, നമുക്ക് ഉള്ള ചക്കക്കുരു എങ്കിൽ അത് മതി, ഉണക്കച്ചീനെങ്കിൽ അത് മതി, നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മരിക്കുന്നവരെ റാഹത്തായിട്ട് കഴിഞ്ഞുകൂടെക്ക, അത് മതി എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടോ? ഇവക്ക് ഇപ്പം പാവാട ഇടണം, 40 വയസ്സായി, ഇപ്പൊ പാവാട ഇട്ട് അരക്കുപ്പായ വിട്ട് ഇങ്ങനെ ഒന്ന് കുണുങ്ങി നടക്കണം. ഇപ്പോഴത്തെ വലിയ ആഗ്രഹമാണ്, ആവേശമാണ്. അതിന് ഇക്ക ഇവിടെ നിന്ന് നടക്കുന്ന കാര്യമാണോ? ഗൾഫിൽ നിന്ന് അറബികൾ ഇട്ട് വിലസുന്ന ആ ഡ്രസ് ഇങ്ങോട്ട് അയച്ചു കൊണ്ടുവാ. അതിനാ ഓടിച്ചു വിടുന്നത്. പോയിട്ട് 40 വയസ്സുകാരി താത്താക്ക് ഇപ്പൊ മോഹം. ചെറുപ്പക്കാരികളെ കാട്ടിലും കഷ്ടമാ ഇന്ന് കല്യാണ വീടുകളിൽ പോയ കളവികളുടെ അവസ്ഥകൾ. എങ്ങനാ പിന്നെ ഈ പീഡനങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്? അതുകൊണ്ട് ആഡംബര ജീവിതത്തിന് വേണ്ടി തന്റെ ഭർത്താക്കന്മാരെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചിട്ട് തന്റെ സഹോദരിമാർ, തന്റെ ഭാര്യമാർ, തരുണിമണികൾ ഇവിടെ വന്ന് ഭയങ്കരമായ ആഡംബര ജീവിതം നയിക്കുകയാണ്. കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് തന്റെ ഭാര്യയെ ഭർത്താവിനോടൊപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്ന ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഉമ്മത്തിന് തയ്യാറായിട്ടില്ല. എന്തിനാ ഗൾഫിൽ പോണേ? ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒന്ന് പറയട്ടെ. 600 രൂപ എന്നൊരു മേശരിക്ക്, ഒരു ആശാരിക്ക്, ഒരു മെക്കാടിന് 400 രൂപ. 400 രൂപ ഗൾഫിൽ പോയവന് ശമ്പളം എത്ര? 1000 റിയാല്, 12,000 രൂപ. അതിൽ 400 രൂപ ചാപ്പാട്, 200 രൂപ വാടക, പിന്നെന്തോ കിട്ടും? കൂടിപ്പോയ 1500 റിയാൽ. അതിനപ്പുറത്തുള്ള പഠിത്തവും നമുക്കില്ല. ഇവിടെ 600 രൂപ ദിവസം ഉണ്ടാക്കിയാല് 3, 6, 18, 18,000 രൂപ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. 18,000 രൂപ ഇവിടെ തന്നെ കിട്ടും. രാവിലെ ഒരു വണ്ടി പെട്ടി വണ്ടി തള്ളിക്കൊണ്ട് പോയാല്, അതിൽ കുറച്ച് പച്ചക്കറിയും വെച്ചോണ്ട് പോയാല്, അല്ലെങ്കിൽ കല്ല് വെച്ച മാങ്ങായും പറക്കി വെച്ചോണ്ട് പോയാല്, മനുഷ്യരെ കളിപ്പിക്കാൻ വയറ്റിളക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറച്ച് കാശുണ്ടാക്കിയിട്ട് വന്നാല് വൈകിട്ട് അവന്റെ പോക്കറ്റിൽ 10, 600 രൂപ 700 രൂപ മിച്ചം കിട്ടും. 3, 21, 700 വെച്ച് കിട്ടിയാൽ 21,000 രൂപ ശമ്പളക്കാരനായ ഒരു മാസത്തിൽ. ഭാര്യ, മക്കള്, ഉപ്പ, ഉമ്മ, നാട്ടുകാര്, പള്ളി, വാത്, നസീഹത്ത്, മതപ്രഭാഷണം, റാഹത്തായ ജീവിതം ഇല്ലേ സുഹൃത്തെ? എന്ത് സന്തോഷം മനസ്സിന്, എന്ത് സന്തോഷമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, സമ്പന്നന്മാർക്ക് 3 കാര്യങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യങ്ങൾ സമ്പന്നന്മാരെ അലട്ടിക്കൊണ്ടിരിക്കും. ഒന്ന്, ഹമ്മുൽ ലാസിമുൻ, നിരന്തര ടെൻഷൻ.
നിരന്തര ടെൻഷൻ. സമ്പന്നന്മാർക്ക് നിരന്തര ടെൻഷൻ. അത് ഞാൻ പറയുന്നില്ല. എന്തൊക്കെ ബെൻസ് കാറില യാത്ര ചെയ്യുക, AC ഇട്ടുകൊണ്ടാ പോവുക, AC കൂട്ടിയിടാൻ പറയും, പിറകിയിരുന്നു കൊണ്ട് മോലാളി. ഡ്രൈവർ പറയും, സാറേ തണുക്കുന്ന കുടുങ്ങുന്ന വണ്ടി തെറ്റിപ്പോകും. എടാ നിനക്ക് തണുത്താലും ഞാനിവിടെ ഇരുന്ന് വേർക്കുകയാണ്, 50 കോടി എടുത്തിരിക്കുകയാണ്, നാളെ ജപ്തി നോട്ടീസുമായിട്ട് വരും, ഞാനിത് എങ്ങനെ അടയ്ക്കും എന്ന് ഓർത്ത് ഫിക്ർ ചെയ്ത് ഞാൻ പിറകിയിരിക്കുക. നിനക്ക് തണുക്കുന്നില്ലേ, എനിക്ക് വേർക്കുന്നു, കൂട്ടിയിട് AC. ബെൻസ് കാറിൽ പോയാലല്ലേ ഒരാളോട് പോയിട്ട് 2 കോടി കടം ചോദിച്ചാൽ കൊടുക്കുള്ളൂ. മാരുതി കാറിൽ പോയിട്ട് 2 കോടി കടം തന്നു വെച്ചാൽ ആരും കൊടുക്കുമോ? അപ്പൊ ഇവര് വീണ്ടും അവിടെ പ്രാരാബ്ധം കൂടുകയാണ്. ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നു, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കോളേജ് ഉണ്ടാക്കുന്നു, കോടികൾ വാങ്ങുന്നു, കോടികൾ അവിടെ ലോൺ എടുക്കുന്നു. സാധാരണ ഒരു ഓട്ടോറിക്ഷയിലോ ഒരു ബൈക്കിലോ ഒരു മാരുതിക്കാറിലോ പോയി ചോദിച്ചാൽ പറ്റൂല. പിന്നെ വണ്ടി 40 ലക്ഷവും 50 ലക്ഷവും കൊടുത്ത് CC ഇട്ട് വണ്ടി എടുക്കുന്നു, അതിനകത്ത് കയറിയിരുന്നു വീണ്ടും പോയി കടം ചോദിക്കുന്നു. ഈ കടം എങ്ങനെ കൊടുത്തുവിടും? ടെൻഷൻ, ഹമ്മുൻ ലാസിമുൻ, നിരന്തര ടെൻഷൻ. നിരന്തര ടെൻഷനാണ്, നിരന്തര ടെൻഷൻ, ഹമ്മുൻ ലാസിമുൻ. സ്ഥിരമായ ക്ഷീണം, സ്ഥിരമായ ക്ഷീണം. വൈകിട്ട് ഭാര്യയെ പ്രതീക്ഷിച്ചിരിക്കും, ഭർത്താവ് വരുന്നതും കാത്ത് ഭക്ഷണം കഴിക്കാതെ. 10 മണിയായി, 10:30ആയി, മിസ്കാൽ അടിച്ചുകൊണ്ടേയിരിക്കും. എപ്പോ എവിടെത്തി, അതാ വരുന്നത്. വരുന്ന വഴിയിൽ ഒരുപാട് പേരെ കാണണം, സംസാരിക്കണം. വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് 12:05. പഴങ്കഞ്ഞിയുടെ സമയമായി, വൈകിട്ടത്തെ ഭക്ഷണം. പെണ്ണും പിള്ളയും കഴിക്കാൻ പറ്റില്ല, ഇയാളും ഇവളും കഴിക്കില്ല. ഇയാളും വന്ന് കയറി ഇരുന്നോണ്ട് ഇക്ക ഭക്ഷണം എടുക്കട്ടെ. ഓ ഭക്ഷണമൊന്നും വേണ്ട, നീ അത് വേണ്ട. ഉടുപ്പ് എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിട്ട് ഒരു മലന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കിടക്കുന്ന പോലെ ഒരൊറ്റ കിടത്ത. എന്താ പറ്റി? ഓ 2-3 പേർക്ക് നാളെ പൈസ കൊടുക്കാറുണ്ട്, ഇപ്പൊ എങ്ങനെ കൊടുക്കുന്നുള്ളു, 2-3 ഇടത്ത് കയറി ഇറങ്ങി വന്ന് കിട്ടിയില്ല. നിരന്തര ക്ഷീണം. കേക്ക് എന്നും ഇതാണല്ലോ പ്രശ്നം. എന്ന് നോക്കിയാൽ ഇവിടെ ദാമ്പത്യ ബന്ധം നടക്കുന്നില്ല, ദിവസങ്ങളായി. എങ്ങനെ ദാമ്പത്യ ബന്ധം നടക്കും? ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഊർജം കിട്ടുക? ടെൻഷൻ അടിച്ച് കിടക്കല്ലേ. അത് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഓർക്കണം, ഇത്രയും കോടികളൊക്കെ സമ്പാദിക്കാൻ പോകുമ്പോൾ ഓർക്കണം, ഇതൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഓർക്കണം. വീട് വെക്കുമ്പോ ഒന്ന് ആലോചിക്കൂല, ഒരു 5 ലക്ഷം ഇങ്ങട് പെട്ടെന്ന് 10 ലക്ഷം ഇങ്ങട്. ഇത് അടയ്ക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വീട് വെക്കാൻ നേരത്തെ കിട്ടുമ്പോ റാഹത്താ, 10 ലക്ഷം ഇങ്ങോട്ട് കിട്ടും. പക്ഷെ അത് അടയ്ക്കാൻ പോകുമ്പോ അവൻ സമ്പാദിക്കുന്നത് ഖിയാമത്ത് നാൾ വരെ ഇവൻ സമ്പാദിക്കുന്ന പൈസ മുഴുവൻ അടച്ചാലും SBT-കാരുടെ വയറ് നിറയൂല, ഫെഡറൽ ബാങ്കുകാരുടെ വയറ് നിറയൂല, KSF-കാരുടെ വയറ് നിറയൂല, ICICI-കാരുടെ വയറ് നിറയൂല. നിറയുവോ? തന്റെ മക്കൾക്ക് കൊടുക്കേണ്ട പൈസ, തന്റെ കുഞ്ഞുമക്കൾക്ക് തിന്നേണ്ട പൈസ, തന്റെ സഹോദരങ്ങൾ തിന്നേണ്ട പൈസ, ഈ പൈസ മുഴുവനും ബാങ്കുകാർ കൊണ്ടുപോയി. ആദ്യം ഒരു കെട്ട് കൊണ്ട് തരുമ്പോ ഇവൻ വിചാരിക്കും, അല്ലോ ഈ ബാങ്കുകാർക്ക് എന്നോട് ഇത്ര വലിയ മഹബത്താണോ, അതങ്ങോട്ട് സ്വീകരിക്കും. അള്ളാഹു നിങ്ങൾക്ക് വർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു വലിയ വർക്കത്താ മോനെ, നിന്റെ കിഡ്നി വിറ്റെങ്കിലും ഞങ്ങൾക്ക് അള്ളാഹ് വർക്കത്ത് ചെയ്യും, യാതൊരു സംശയമില്ല. അല്ലേ? അവസാനം ഗതിയില്ലാതെ എല്ലാം വിൽക്കേണ്ടി വരും. വീടടക്കം കൊണ്ടുപോകും. മക്കൾക്ക് ഫ്രൂരിടാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ട് അവരെല്ലാരും കൂടെ ദാ കിടക്കും. നേരം വിളക്കും പള്ളിയിൽ സുബഹിക്ക് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബൂബക്കറിന്റെ മക്കളും ഭാര്യ എല്ലാം കൂടെ ദാ തൂങ്ങിച്ചത്ത് ഒരു ഫാമിലി ഒരു ഭാര്യനകത്ത് ജമാഅത്തോടുകൂടി തൂങ്ങി നിൽക്കുന്നു. എന്തിനാ ഈ വെപ്രാളത്തിന് ഈ ഇതിനൊക്കെ പോണത്? നിരന്തര ക്ഷീണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാ. മൂന്നാമത് തീരാനഷ്ടം. ഇതൊക്കെ നഷ്ടപ്പെട്ട് അവസാനം പോകുമ്പം ഇവൻ ഒരിക്കലും സ്വസ്ഥതയും കിട്ടൂല. ഇവൻ നഷ്ടത്തോടെ നഷ്ടവും ഇടങ്ങേറിനോടെ ഇടങ്ങേറുകാരനുമായിരിക്കും. ഈ 3 കാര്യം സമ്പന്നന്മാരെ അലട്ടിക്കൊണ്ടിരിക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു. 3 കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ അവന് സ്വസ്ഥത കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാം നിങ്ങൾ തീരുമാനമെടുത്താൽ അള്ളാഹ് ഈ 3 കാര്യം നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു തആല പറയുന്നു. സ്വസ്ഥത തരും, സമ്പത്ത് തരും, ശരീരത്തിന് ആരോഗ്യം തരും. അതല്ലാതെ നിങ്ങളായിട്ട് മെനഞ്ഞെടുത്ത് ആരോഗ്യം ഉണ്ടാക്കാൻ കിട്ടൂല. സുബഹി നിസ്കരിക്കാതെ ഓടും രാവിലെ. എന്തോരം ഓട്ടമാ രാവിലെ ഓടുന്ന ഓട്ടം. കൈ ഓരോരുത്തരുടെ കൈ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹ്, ഈ കൈ വടക്കന്തല ജമാഅത്തിലേക്ക്, ഈ കൈ ശാസ്താംകോട്ടെ ഭാഗത്തേക്ക്. ഒരു മനുഷ്യനെ പോലും തിരിഞ്ഞു നോക്കിയാ വിളിച്ചേ നിന്റെ ഭാര്യ മരിച്ചടേ, ചുമ്മാ മിണ്ടല്ലേ, ഭാര്യയൊക്കെ അവിടെ കിടക്കട്ടെ, നമ്മൾ ആദ്യം എന്റെ ശരീരം. ഒരു കാര്യം പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കൂല. ഓട്ടത്തോടെ ഓട്ടം. എന്തിനാണ്? 2 വർഷം കൂടെ കൂടുതൽ ജീവിക്കാൻ, അമിതമായ കൊളസ്ട്രോൾ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി ഓട്ടത്തോടെ ഓട്ടമാണ്. പള്ളിയുടെ മുന്നിലൂടെ പോകും, ജമാഅത്ത് നമസ്കാരം നടക്കും, സൈനുദ്ദീനെ കയറി നമസ്കരിക്കും. അള്ളാഹ് അങ്ങോട്ട് കയറരുത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 6 കിലോമീറ്റർ
തൊട്ട് കഴിഞ്ഞ് നിൽക്കാവുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കെങ്ങാണ് നിസ്കരിക്കാൻ കയറിയാൽ എന്റെ ജീവൻ ഔട്ടായി പോകും. 2 ദിവസം കഴിയുമ്പോൾ പത്രത്തിൽ കാണും സൈനുദ്ദീൻ പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. അല്ലെങ്കിൽ ടിപ്പർ ഇടിച്ച് ഒരാൾ നാട്ടെ തെക്കേ മുക്കിയിട്ടിരിക്കുന്നത് പോയി നോക്കിയപ്പോ രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളാ. എന്തിനായി നടക്കാൻ പോയത്? 2 വർഷം കൂടെ കൂടുതൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം കൊണ്ട് കൂടുതൽ ജീവിക്കാൻ വേണ്ടി നടക്കാൻ പോയത്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ പോയത് അതിനു വേണ്ടിയിട്ടാണ്. സംഭവിച്ചത് എന്താ? കൃത്രിമമായി ആയുസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവൻ ആഗ്രഹിച്ചപ്പോൾ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വരുന്നു, നിന്നെ ഈ റോഡിയിട്ട് തന്നെ കൊന്നേക്കാം, ദാ അവിടെ തന്നെ കിടന്നോ. ഫായിദ ഉണ്ടായോ? എന്നാ വർഷങ്ങളായി കപ്പയുടെ ചീനിയുടെ തൊലി നിന്ന് ജീവിച്ച ഉപ്പുപ്പന്മാര് ഇപ്പോഴും നല്ല മട്ടൻ ചാപ്സ് അടിക്കുന്ന കാണുമ്പോ നമുക്ക് നെഞ്ചിന് ഇടിയാ. നമുക്ക് തിന്നാൻ പറ്റില്ല ഒരു പീസ് കൊളസ്ട്രോള്. ഉപ്പുപ്പന്മാര് കല്യാണ വീട്ടിൽ ഇരുന്ന് മെരുക്കുന്നത് കണ്ട അല്ലോ എന്റെ കാക്ക സംഭവം കൊള്ളാം. എന്തുകൊണ്ട്? അവർ പണ്ട് മുതലേ അള്ളാഹുവെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഞ്ഞിയും കുടിച്ച് അവിടെ കിടന്ന തോലൊക്കെ തിന്ന് വളർന്നു വന്നവരാണ്. ഉള്ള ആരോഗ്യം അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നു. റബ്ബ് ചെയ്ത ഏറ്റവും വലിയ തൗഫീക്ക് ചെറുപ്പക്കാരുടെ കണ്ണൻ ചുപ്പിക്കുന്ന തരത്തിൽ അവരുടെ മുന്നിൽ നിന്ന് മട്ടൻ ചാപ്സ് അടിക്കുന്നു, ചില്ലി ചിക്കൻ അടിക്കുന്നു. അവർക്കൊരു കൊളസ്ട്രോളും ഇല്ല, അവർക്കൊരു വാൽവിന് തകരാറുമില്ല. ഇന്നത്തെ കൂടുതൽ മരണങ്ങളും കൂടുതൽ അറ്റാക്കുകളും കൂടുതൽ രോഗങ്ങളും ഇന്നത്തെ കണക്കെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയത് 30-ന്റെയും 50-ന്റെയും ഇടയ്ക്കുള്ളവർക്കാണ്, 40-ന്റെയും ഇടയ്ക്കുള്ളവർക്കാണ്, ചെറുപ്പക്കാർക്കാ. മരിച്ച ചാക്കാലക്കോളം ഉണ്ടല്ലോ പത്രത്തില്, എല്ലാ ദിവസവും എടുത്തു വെച്ച് വായിച്ചാരെ നമ്മുടെയും ഫോട്ടോ ഒരു ദിവസം അതിനകത്ത് വരും. ചാക്കാലക്കോളം, ആ ചാക്കാലക്കോളം എടുത്തു വെച്ച് ചർമ്മകോളം ഇല്ലേ, അത് എടുത്തു വെച്ചിട്ട് നോക്കണം. എത്ര ചെറുപ്പക്കാർ. പണ്ട് നമ്മുടെ ജില്ലയിൽ ഒരാളെ മരിക്കാറുള്ളൂ അറ്റാക്ക് വന്ന്, ഹൃദയ സ്തംഭനം മൂലം ഒരാൾ മരിച്ചു, ഒറ്റ ആളെ കാണുള്ളൂ. ഇപ്പോ ദിവസവും ഇഷ്ടം പോലെ ചുമ്മാ ഉരുണ്ടങ്ങ് വീണങ്ങ് മരിക്കുക. ഉരുണ്ട് വീണു. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആയുസ് തരും, ആരോഗ്യം തരും, ജീവിതത്തിൽ ബർക്കത്ത് ചെയ്തു തരും. എപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നിങ്ങൾ തയ്യാറാവുക, പരസ്പര വൈര്യം മറക്കുക, പരസ്പര ബന്ധം സ്ഥാപിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ആയുസ് വേണമോ, നിങ്ങളുടെ ആയുസ് വർദ്ധിക്കണമോ, നിങ്ങൾ വിച്ഛേദിച്ച ബന്ധങ്ങൾ നിങ്ങൾ കൂട്ടിച്ചേർക്കുവിൻ, നിങ്ങളുടെ ആയുസ് അള്ളാഹു ഓട്ടോമാറ്റിക്കായിട്ട് ഉയർത്തി തരും. അതാ മരിക്കുന്നത്, പെട്ടെന്ന് മരിക്കുന്നതാ. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നാളെ ഒരു കെട്ട് പൊയിലയും വെറ്റിലയും മേടിച്ചോണ്ട് ഉമ്മുമ്മമാരെയൊക്കെ പോയി മിണ്ടാത്തവരെയൊക്കെ പോയി കണ്ടിട്ട് അല്ലാ ഉമ്മ, എന്റെ ഉമ്മിച്ച, എന്റെ മാമി, എന്റെ അക്കച്ചി, എന്റെ ചിന്നമ്മ, എന്റെ കൊച്ചുമ്മ എന്നൊക്കെ പറഞ്ഞു നാളെ തന്നെ ഷഅബാൻ മാസമാണ്, റമദാൻ വരുന്നതിന് മുമ്പ് ബന്ധം വിച്ഛേദിച്ചവരോടൊക്കെ പോയി സലാം ചൊല്ലി മുസാഫഹത്ത് ചെയ്ത് അവരുമായി ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ ആയുസ് അധികരിപ്പിച്ചു തരും. കടന്ന് ഓടയും അപ്രാളപ്പടയും ഒന്നും വേണ്ട, കമ്പിക്കകത്ത് കടന്ന് തൂങ്ങുകയും ജിംനേഷ്യത്തിൽ പോവുകയും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അള്ളാഹ് ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്ത് അസ്രായേൽ വന്ന് പൊക്കി എടുത്തോണ്ട് അങ്ങ് പോകും. അത് ചിലപ്പോൾ ഓടുന്ന സമയത്തായിരിക്കും, ജിംനേഷ്യത്തിൽ കിടക്കുന്ന സമയത്തായിരിക്കും, 500 കിലോയുടെ ഭാരം തൂക്കുന്ന സമയത്തായിരിക്കും, മൈതാനത്തിൽ കിടന്ന് ഓടുന്ന സമയത്തായിരിക്കും, ഏത് സമയത്താണെന്നറിയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ അയക്കുന്ന സമയത്ത് കുടുംബ ബന്ധം ചേർക്കുന്ന അവസ്ഥയിലാണ് റൂഹിനെ പിടിച്ചതെങ്കിൽ നമ്മൾ നാളെ സ്വർഗത്തിൽ ആയുസ്സും കൂടും, സ്വർഗത്തിൽ സ്ഥാനവും കിട്ടും. അതുകൊണ്ട് നിങ്ങളുമായി സഹകരിക്കാത്ത, മിണ്ടാത്ത നിങ്ങളുടെ കുടുംബക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ പുണ്യമായ സദസ്സിൽ ഈ ശഅബാനിന്റെ രാവിൽ അല്ലാഹയെ പേടിയുണ്ടെങ്കിൽ ആഖിറത്തിൽ സ്വർഗം കിട്ടണമെന്നും ആയുസ്സിന് ദൈർഘ്യം കിട്ടണമെന്നും ആഗ്രഹമുള്ളവർ ആ നല്ല നിയ്യത്തോടുകൂടി ഈ സദസ്സിൽ ഒരു പ്രതിജ്ഞയോട് ഇൻഷാ അല്ലാഹ് ഞാൻ മിണ്ടാത്തവരോടൊക്കെ നാളെ പോയി ഞാൻ മിണ്ടിക്കോളാം. ഒരു ഇൻഷാ അല്ലാഹ് പറ. ഉഷാറായില്ല, ഒന്നുകൂടെ ഉഷാറാക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. അപ്പൊ ഇന്ന് തന്നെ തീരുമാനം എടുത്തിട്ട് നാളെ പോയിട്ട് നമ്മുടെ സുഹൃത്ത്, നിങ്ങൾ സംഘടനാപരമായിട്ടൊന്നും വിരോധം കാണിക്കട്ടെ, അത് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചോ, പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മളൊക്കെ നാളെ പോണത് ഒരൊറ്റ സങ്കേതത്തിലാണ്, സ്വർഗത്തിലേക്കാണ്. അപ്പൊ അവിടെ നമുക്ക് സ്ഥാനം കിട്ടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പരിശ്രമിച്ച് ഓരോരുത്തരെ കണ്ട് മുസാഫഹത്ത് ചെയ്ത് സലാം പറഞ്ഞ് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്താൽ നാളെ മുതൽ റഹ്മത്ത് നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും വാഹനത്തിലും മക്കളിലും ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ മക്കൾ തന്നെ വാപ്പാക്കും ഉമ്മാക്കും എതിരാകും. അതുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പോയിട്ട് ആ ഒരു നിയത്തെടുക്കൂലേ, ഈ നിയത്തെടുത്തതിന്റെ പേര് നമുക്ക് അള്ളാഹു വലിയ കൂലി തരും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് അള്ളാഹെ പേടിയുണ്ടെന്ന് അതിന്റെ അർത്ഥമാവും.
അങ്ങനെ തഖ്വ ഉള്ളവരായി മാറും. അങ്ങനെ തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന ഗുണങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോമ്പ് പിടിച്ചാൽ നമുക്ക് തഖ്വ അല്ലാഹു നൽകും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ